രാജ്യത്ത് GST പരിഷ്കാരം നിലവിൽ വന്നു. 4 സ്ലാബുകളിലായി ഉണ്ടായിരുന്ന നികുതി നിരക്ക് 2 സ്ലാബുകളാക്കി മാറ്റിയതോടെ സാധനങ്ങൾക്ക് വില കുറയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. വിലക്കുറവ് ചില ഉൽപ്പന്നങ്ങളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. തകർച്ചയോടെയാണ് ഇന്ന് ഓഹരി വിപണി തുടങ്ങിയത്. ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും വില ചില മേഖലകളിൽ കുറഞ്ഞെങ്കിലും അവകാശപ്പെടുന്നതുപോലെ നേട്ടം ദൃശ്യമല്ല. വെണ്ണ, നെയ്, പനീർ ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. ചെറുകാറുകൾ, ബൈക്കുകൾ, എയർ കണ്ടീഷൻ എന്നിവയുടെ നികുതിയും കുറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളായ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, വസ്ത്രങ്ങൾ, ഷാംപൂ എന്നിവയുടെ വിലയും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എത്രനാൾ നിലനിൽക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. സിമന്റിന് നികുതി കുറയുമ്പോൾ തന്നെ സ്റ്റീലിന് നികുതി ഉയർന്നു നിൽക്കുന്നത് മൂലം നേട്ടം കമ്പനികൾക്ക് മാത്രമാണെന്ന് കരുതുന്നു. അതേസമയം വിൽപ്പന കൂടുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. हम चाहते हैं कि मतलब अपना छोटे तबके के लोग भी मतलब ये है कि बेचारा गरीब आदमी है, वो भी अपना 2 पैसा कमाने के लिए घर से निकलते हैं, 2 पैसा कमा लेंगे इसी जगह. ജീവൻ രക്ഷാ മരുന്നിന്റെയും ഇൻഷുറൻസിന്റെയും നികുതി കുറയുന്നത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. അതേസമയം GST പരിഷ്കാരം ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല. സെൻസെക്സും നിഫ്റ്റിയും തുടക്കത്തിൽ വ്യാപാരം നഷ്ടത്തിലായിരുന്നു. മീഡിയ 1, ഡൽഹി.